വെൽക്കം ടു മെറിറ്റ് അക്കാദമി. മക്കളെ, നമ്മൾ 2 ക്ലാസ് അല്ലേ, നമ്മൾ ബയോളജിക്കൽ ക്ലാസിഫിക്കേഷന് 2 ക്ലാസ് കഴിഞ്ഞു. ഏതൊക്കെ നമ്മൾ കഴിഞ്ഞിട്ടുണ്ടായിരുന്നേ? കിങ്ഡം മൊണീറ ആൻഡ് കിങ്ഡം പ്രോട്ടിസ്റ്റ. പറഞ്ഞേടാ, ഒന്ന് റീകോൾ ചെയ്ത് ഏതാണ് നമ്മുടെ 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ? വിറ്റാക്കറിന്റെ 5 കിങ്ഡം ഏതൊക്കെയൊന്ന് പറഞ്ഞേ. കിങ്ഡം മൊണീറ, കിങ്ഡം പ്രോട്ടിസ്റ്റ, കിങ്ഡം ഫംഗൈ, കിങ്ഡം പ്ലാന്റേ, ലാസ്റ്റ് വൺ കിങ്ഡം ആനിമേലിയ. അതിൽ കിങ്ഡം മൊണീറയും കഴിഞ്ഞു, കിങ്ഡം പ്രോട്ടിസ്റ്റയും കഴിഞ്ഞു. നമ്മൾ എങ്ങോട്ടാ മക്കളെ കിടക്കുന്നേ? കിങ്ഡം ഫംഗൈ. എനിക്ക് തോന്നുന്നു ഈ മൊണീറയേക്കാളും പ്രോട്ടിസ്റ്റേനേക്കാളും നിങ്ങൾക്ക് ഫംഗസിനെ കുറച്ചും കൂടി അറിയാം. എന്താണ് ഈ ഫംഗസ് എന്ന് പറഞ്ഞാൽ? നിങ്ങൾ ഫംഗസിന് ഒരു എക്സാമ്പിൾ പറഞ്ഞേ. ഇതിനകത്ത് നിങ്ങൾക്ക് അറിയുന്ന ഏതെങ്കിലും എക്സാമ്പിൾ ഉണ്ടോ മക്കളെ? ഉണ്ടോ? എന്താണ് ഫംഗസിന് എക്സാമ്പിൾ? നിങ്ങൾ ഈ നല്ല ടേസ്റ്റ് കഴിക്കുന്ന സാധനം മഷ്റൂം ബിരിയാണി കഴിച്ചിട്ടുണ്ടോ? നല്ല ടേസ്റ്റ് അല്ലേ? അല്ലേ? ഈ മഷ്റൂം എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ ഫംഗസിന് എക്സാമ്പിൾ ആണ് മഷ്റൂം. അതായത് എഡിബിൾ ആയിട്ടുള്ള ഫംഗസ് ആണ് മഷ്റൂം. പിന്നെ നമുക്ക് ഫംഗസിന് എക്സാമ്പിൾ പറയാം. നമ്മൾ ഈ റൊട്ടിയൊക്കെ വാങ്ങിക്കുമല്ലോ, നമ്മൾ ഷോപ്പിൽ നിന്ന് റൊട്ടി വാങ്ങിച്ച് നമ്മളിത് ഫ്രിഡ്ജിൽ വെക്കാണ്ട് പുറത്ത് വെച്ച് ഒരു 2 ആഴ്ച വരെ നോക്കിയാൽ റൊട്ടീൻ്റെ അവസ്ഥ എന്തായിരിക്കും? ബ്രെഡിൻ്റെ അവസ്ഥ എന്തായിരിക്കും? അതിന് മുകളിൽ ആദ്യം വൈറ്റ് കളർ പൊടി വരും, പിന്നെ അത് പച്ച കളറാവും, പിന്നെ അത് ബ്ലാക്ക് കളറാവും. എന്താണ് ഈ വൈറ്റ് കളർ പൊടി എന്ന് പറഞ്ഞാൽ? ഫംഗസ്. പൂപ്പല്. ഈ പൂപ്പലാണ് ഫംഗസ് എന്ന് പറയുന്ന സാധനം. ഓക്കെ ആണോ? അപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് കിങ്ഡം ഫംഗൈ. പറഞ്ഞേ, കിങ്ഡം ഫംഗസിനെ കുറിച്ച് എന്തൊക്കെയാ അറിയാം നിങ്ങൾക്ക്? നമ്മൾ ആ ടേബിളിൽ എന്തൊക്കെയാ പഠിച്ചേ? യൂണിസെല്ലുലാർ ആണോ? അല്ല, മൾട്ടി സെല്ലുലാർ ആണ് ഫംഗസ്. പക്ഷേ ഒരു എക്സെപ്ഷണൽ കേസ് വരുന്നുണ്ട്. ഫംഗസ് മൾട്ടി സെല്ലുലാറാ, പക്ഷെ ഒരു എക്സെപ്ഷണൽ കേസ് വരുന്നുണ്ട്. അതാണ് ആര് മക്കളെ? നമ്മുടെ സ്വന്തം ഈസ്റ്റ്. എന്താണ് മക്കളെ ഈസ്റ്റ് എന്ന് പറഞ്ഞാൽ? അത് നമ്മൾ പറഞ്ഞു ഫംഗസ് മൾട്ടി സെല്ലുലാർ ആണ്, എക്സെപ്റ്റ് ഏതാ മക്കളെ? ഈസ്റ്റ് ആണ്. ഈ ഈസ്റ്റ് എന്ന് പറയുന്നത് എന്താ? നമ്മൾ ഈ വെള്ളയപ്പം അടുക്കളയിൽ കയറുന്നവർക്ക് അറിയാം. നമ്മൾ ഈ അപ്പമൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ അതിൽ ഈസ്റ്റ് ഇടും. എന്തിനു വേണ്ടിയിട്ടാടാ? ഈ അപ്പമൊക്കെ നല്ല സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ട്. ഈ ഈസ്റ്റ് എന്ന് പറയുന്നത് ഒരു യൂണിസെല്ലുലാർ ആയിട്ടുള്ള ഫംഗസ് ആണ്. ആരെന്ന് പറഞ്ഞാൽ ഈസ്റ്റ് എന്ന് പറയുന്നത് യൂണിസെല്ലുലാർ ഫംഗസ് ആണ്. പിന്നെ നമുക്ക് ഫംഗസിന് എന്ത് ക്യാരക്ടറായി മക്കളെ? അവർ എക്ടോട്രോപ്സ് ആണ്, അഥവാ അവർ സാപ്രോഫൈറ്റ് ഉണ്ട്, പാരസൈറ്റിക് ഉണ്ട്, സിംബയോട്ടിക് ഉണ്ട്. എന്താടാ സാപ്രോഫൈറ്റ് എന്ന് പറഞ്ഞാൽ? ഡെഡ് ആൻഡ് ഡീക്കേയിങ് മാറ്ററിൽ താമസിക്കുന്നവർ. എന്താണ് പാരസൈറ്റ് എന്ന് പറഞ്ഞാൽ? മറ്റൊരു ലിവിങ് ഓർഗാനിസത്തെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുന്നവർ. എന്താ മക്കളെ സിംബയോട്ടിക് അസോസിയേഷൻ എന്ന് പറഞ്ഞാൽ? സിംബയോട്ടിക് അസോസിയേഷൻ എന്ന് പറഞ്ഞാൽ എന്ത് അസോസിയേഷനാ സിംബയോട്ടിക് അസോസിയേഷൻ എന്ന് പറഞ്ഞാൽ? അതായത് നമ്മളൊരു അസോസിയേഷൻ 2 ഓർഗാനിസത്തിനും ബെനിഫിറ്റ് ആണെങ്കിൽ അതിനെ നമ്മൾ എന്ത് പറയും മക്കളെ? സിംബയോട്ടിക് അസോസിയേഷൻ എന്ന് പറയും. ദ അസോസിയേഷൻ അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് ബെനിഫിറ്റ് ടു ഓർഗാനിസം. നമ്മൾ ഏതൊരു റിലേഷൻഷിപ്പ് എടുക്കുമ്പോൾ എന്ത് ചെയ്യണം? 2 പേർക്കും ബെനിഫിറ്റ് ആവണം. അതായത് ടോക്സിക് റിലേഷൻഷിപ്പ് നല്ലതാണോ? അല്ല. അതുപോലെയാണ് ഇവിടെ സിംബയോട്ടിക് എന്ന് പറഞ്ഞാൽ ഫംഗസും ചില പ്ലാന്റും അല്ലെങ്കിൽ ചില ആൽഗകളും തമ്മിലുള്ള അസോസിയേഷൻ ആണ് സിംബയോട്ടിക് എന്ന് പറഞ്ഞാൽ. അതിന് എക്സാമ്പിൾസ് ആണ് എന്ത് മക്കളെ? ലൈക്കണും മൈക്കോറൈസയും. എന്താ മക്കളെ ലൈക്കൺ എന്ന് പറഞ്ഞാല്? സിംബയോട്ടിക് അസോസിയേഷൻ ബിറ്റ്വീൻ ആൽഗ ആൻഡ് ഫംഗസ്. ഫംഗസും ആൽഗയും തമ്മിലുള്ള ഒരു അസോസിയേഷൻ ആണ് നമ്മൾ എന്ത് പറയാം മക്കളെ? ലൈക്കൺ എന്ന് പറയാം. എന്താ? അസോസിയേഷൻ ബിറ്റ്വീൻ ആൽഗ ആൻഡ് ഫംഗസ് ആണ് ലൈക്കൺ എന്ന് പറയുന്നത്. എന്ത് ഉപകാരമാണ് ഈ ആൽഗയും ഫംഗസും തമ്മിലുള്ള അസോസിയേഷൻ ആണ് ലൈക്കൺസ് എന്ന് പറയുന്നത്. എന്ത് യൂസേജ് ആണ് ആൽഗക്കും ഫംഗസിനും ഉണ്ടാവുക? എന്താണ്? എന്തെങ്കിലും ഒരു യൂസേജ് വേണ്ടേ? നല്ല റിലേഷൻ എന്ന് പറയുള്ളൂ. ഈ ആൽഗക്ക് എന്താന്ന് വെച്ചാൽ, ഈ ആൽഗ ഫംഗസിന് എന്ത് കൊടുക്കും എന്ന് അറിയാം? ഫുഡ് കൊടുക്കും. ആൽഗ ഉണ്ടാക്കുന്ന ഫുഡ് ഫംഗസിന് കൊടുക്കും. ഫംഗസ് എന്ത് കൊടുക്കും മക്കളെ? തിരിച്ചിട്ട് ഈ ന്യൂട്രിയൻസിനൊക്കെ അബ്സോർബ് ചെയ്ത് ഫംഗസ് ആൽഗക്ക് കൊടുക്കും. ആൽഗ തിരിച്ച് ആ ന്യൂട്രിയൻസ് യൂസ് ചെയ്തിട്ട് ഫുഡ് ഉണ്ടാക്കി കൊടുക്കും. ഇതാണ് ലൈക്കൺ എന്ന് പറയുന്നത്. ഈ ലൈക്കൺസ് ഒരു പൊല്യൂഷൻ ഇൻഡിക്കേറ്റേഴ്സ് ആണ്. എന്താണ് പൊല്യൂഷൻ ഇൻഡിക്കേറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ? അതായത് നല്ല പൊല്യൂട്ടഡ് ആയിട്ടുള്ള സ്ഥലത്ത് ആരുണ്ടാവില്ല? നമ്മുടെ ലൈക്കൺ ഉണ്ടാവില്ല. അപ്പൊ നമുക്ക് മനസ്സിലാക്കാം ലൈക്കൺ ഇല്ലാത്ത സ്ഥലം എന്ന് പറഞ്ഞാൽ ഭയങ്കര പൊല്യൂട്ടഡ് ആയിട്ടുള്ള ഏരിയ ആയിരിക്കും. കിട്ടിയോ? അടുത്തതാണ് മക്കളെ മൈക്കോറൈസ എന്ന് പറഞ്ഞാല് ഫംഗസും റൂട്ട് ഓഫ് ഹയർ പ്ലാന്റ്സുമാണ്. നിങ്ങൾ ഈ സൈക്കസ് ഒക്കെ കണ്ടിട്ടുണ്ടോ? ഈ റൂട്ട് ഓഫ് ഹയർ പ്ലാന്റ്സും ഫംഗസും തമ്മിലുള്ള ഒരു അസോസിയേഷൻ ആണ് എന്തെന്ന് പറഞ്ഞാൽ മൈക്കോറൈസ എന്ന് പറഞ്ഞാൽ. അതായത് മക്കളെ ഇതിപ്പോ ഒരു പ്ലാന്റിന്റെ റൂട്ട് ആണെങ്കിൽ ഈ റൂട്ടിൽ എന്തുണ്ടാവും? ഇവിടെ നമ്മുടെ ഫംഗസ് ഇങ്ങനെ മൊത്തമായിട്ടും ഫംഗസ് ഇങ്ങനെ ഉണ്ടാവും. അപ്പൊ എന്താണ് മക്കളെ ആൽഗക്ക് ഉപകാരം? എന്താണ് ഫംഗസിന് ഉപകാരം? അതായത് ഈ ആൽഗ എന്ത് ചെയ്യും? എന്താണ് ഈ
പ്ലാന്റ്സിന് ഹെൽപ്പ്. ഈ പ്ലാന്റ് എന്ത് ചെയ്യും? പ്ലാന്റ് ഈ ഫംഗസിന് എന്ത് കൊടുക്കും? ഫുഡ് കൊടുക്കും. ഫംഗസ് എന്ത് ചെയ്യും മക്കളെ? ഫംഗസ് എവിടെ? പ്ലാന്റിന്റെ റൂട്ടിന്റെ മുകളിലാണ് ഫംഗസ് ഉള്ളത്. അപ്പൊ റൂട്ട് വഴി ചില ബാക്ടീരിയാസ് ഒക്കെ പാത്തജൻസ് ഒക്കെ അറ്റാക്ക് ചെയ്യുമ്പോൾ അതിനാറ് റെസിസ്റ്റ് ചെയ്യും? നമ്മുടെ ഫംഗസ് റെസിസ്റ്റ് ചെയ്യും. പിന്നെ കുറേ ന്യൂട്രീഷൻസ് ഒക്കെ അബ്സോർവ് ചെയ്ത് പ്ലാന്റിന് കൊടുക്കും. അപ്പോൾ പ്ലാന്റിന് കുറേ ന്യൂട്രിയൻസ് കിട്ടുമ്പോൾ കുറേ ഫോട്ടോസിന്തസിസ് നടത്തുമ്പോൾ അല്ലെങ്കിൽ കുറേ ഫുഡ് ഉണ്ടാക്കി കൊടുക്കും. കിട്ടിയോ? ഇതാണ് മൈക്കോറൈസ എന്ന് പറഞ്ഞ അസോസിയേഷൻ. ഓക്കെ ആണോ? അപ്പൊ സിംബയോട്ടിക് അസോസിയേഷൻ ബിറ്റ്വീൻ ആൽഗാസ് ആൻഡ് ഫംഗേനെ നമ്മൾ ലൈക്കൻ എന്ന് പറയുന്നു. പിന്നെ ആൽഗ ആൻഡ് ഫംഗസ് ആൻഡ് റൂട്ട് ഓഫ് ഹയർ പ്ലാന്റ്സ് ആണ് നമ്മൾ മൈക്കോറൈസ എന്ന് പറയുന്നു. പിന്നെ മക്കളെ നമ്മൾ പറഞ്ഞൊരു കാര്യമാണ് ഫംഗസിന്റെ സെൽവാൾ. ഫംഗസിന്റെ സെൽവാൾ ഉണ്ടാക്കിയിരിക്കുന്നത് എന്തിനെ കൊണ്ടാടാ? ഫംഗസിന്റെ സെൽവാൾ ഉണ്ടാക്കിയിരിക്കുന്നത് കൈറ്റിൻ എന്ന് പറഞ്ഞ സബ്സ്റ്റൻസിനെ കൊണ്ടാ. നമ്മൾ ഓൾറെഡി പറഞ്ഞ സാധനമാണ് കൈറ്റിൻ. കൈറ്റിനെ കൊണ്ടാണ് ഫംഗസിന്റെ സെൽവാൾ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പൊ മക്കളെ പിന്നെ കോസ്മോപൊളൈറ്റൻ ഡിസ്ട്രിബ്യൂഷൻ. എന്താണ് അതിന്റെ മീനിങ്? എന്താ? നമ്മൾ എവിടെ നോക്കിയാലും എന്തുണ്ടാവും? ഫംഗസ് ഉണ്ടാവും. അതാണ് നമ്മൾ കോസ്മോപൊളൈറ്റൻ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ചേ, നമ്മൾ ഫംഗസിന്റെ സെൽവാൾ ഉണ്ടാക്കിയിരിക്കുന്നത് എന്തിനെ കൊണ്ടാന്ന് പറഞ്ഞു? കൈറ്റിനെ കൊണ്ടാന്ന് പറഞ്ഞു. അതായത് ഇതാണ് ഇപ്പൊ ഫംഗസിന്റെ സെൽവാൾ എന്ന് നോക്കി വിചാരിച്ചേ. ഫംഗസിന്റെ സെൽവാൾ ഉണ്ടാക്കിയിരിക്കുന്നത് കൈറ്റിനെ കൊണ്ടാണ്. കൈറ്റ് എന്ന് പറഞ്ഞ സബ്സ്റ്റൻസിനെ കൊണ്ടാണ് ഫംഗസിന്റെ സെൽവാൾ ഉണ്ടാക്കിയിരിക്കുന്നത്. എന്നാൽ ചില കേസിൽ ഈ ത്രെഡ് ലൈക്ക് സ്ട്രക്ചർ സെൽവാൾ ഉണ്ടാക്കിയിരിക്കുന്നത് കൈറ്റിനെ കൊണ്ടാണ്. എന്നാൽ ചില ഫംഗസിനെ നമ്മൾ നോക്കുന്ന സമയത്ത് നൂല് പോലത്തെ സ്ട്രക്ചറാണ് ഫംഗസിന് ഉണ്ടാവുക. ഈ നൂല് പോലെയാണ് ഫംഗസിനെ കാണുക. ഈ നൂലിനെ നമ്മൾ എന്ത് പറയും മക്കളെ? ഹൈഫേ എന്ന് പറയും. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. ത്രെഡ് ലൈക്ക് സ്ട്രക്ചർ ഓഫ് ഫംഗസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് മക്കളെ ഹൈഫ. ഒരു ത്രെഡ് ആണോ ഉണ്ടാവുക? അല്ല, കുറേ ത്രെഡ് ലൈക്ക് ഉണ്ടാവും. അതായത് നെറ്റ്വർക്ക് ഓഫ് ഹൈഫേ. ഈ ഹൈഫേന്റെ നെറ്റ്വർക്കിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത് മക്കളെ? മൈസീലിയം. അതെ, നെറ്റ്വർക്ക് ഓഫ് ഹൈഫേ നോൺ ആസ് മൈസീലിയം. കിട്ടിയോ? ത്രെഡ് ലൈക്ക് സ്ട്രക്ചർ ഓഫ് ഹൈഫേനെ നമ്മൾ എന്ത് പറയും മക്കളെ? ഹൈഫേ എന്ന് പറയും. എന്നാൽ ഈ നെറ്റ്വർക്ക് ഓഫ് ഹൈഫേനെ നമ്മൾ വിളിക്കുന്ന പേരാണ് മൈസീലിയം. കിട്ടിയോ? അപ്പൊ മക്കളെ ഇവിടെ നിങ്ങൾ ഒരു കാര്യം നോക്കേണ്ടത്, നമ്മൾ ഈ ഹൈഫേ എടുക്കുന്ന സമയത്ത് അതായത് ചില ഫംഗസിന്റെ കേസിൽ ഹൈഫേ എന്ന് പറയുന്നത് മൾട്ടി ന്യൂക്ലിയേറ്റഡ് ആണ്. ഫോർ എക്സാമ്പിൾ, ഇതാണ് ഇപ്പോൾ ഒരു ഹൈഫേ എങ്കിൽ അതെന്തായിരിക്കും മക്കളെ? കുറേ മൾട്ടി ന്യൂക്ലിയേറ്റഡ് ആയിരിക്കും. ഓക്കെ, ഇതിനെ നമ്മൾ പറയുന്ന പേരാണ് അസെപ്റ്റേറ്റ് ഹൈഫേ. എന്താണ് സെപ്റ്റ എന്ന് പറഞ്ഞാൽ? എന്നാൽ ഇത് നോക്കിക്കേ, ചില ഫംഗസ് നമ്മൾ എടുക്കുന്ന സമയത്ത് ഇതിങ്ങനെ ഓരോ സെപ്റ്റി ആയിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ടാവും. കിട്ടിയോ? ഇതാണ് എന്തെന്ന് പറഞ്ഞാൽ മക്കളെ സെപ്റ്റേറ്റ് ഹൈഫേ. കിട്ടിയോ? സെപ്റ്റ ഉണ്ടെങ്കിൽ, സെപ്റ്റ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു വേർതിരിവ് ഉണ്ടെങ്കിൽ അതാണ് സെപ്റ്റേറ്റ് ഹൈഫേ. ഇവിടെ നോക്കിക്കോ, അങ്ങനെ വേർതിരിവുണ്ടോ? ഇല്ല. അതാണ് അസെപ്റ്റേറ്റ് ഹൈഫേ. അതിന് നമ്മൾ വിളിക്കുന്ന മറ്റൊരു പേരാണ് സീനോസൈറ്റിക് കണ്ടീഷൻ. ഒരുപാട് മൾട്ടി ന്യൂക്ലിയേറ്റഡ് ആയിട്ടുള്ള ഹൈഫേ ആണ് നമ്മൾ സീനോസൈറ്റിക് കണ്ടീഷൻ എന്ന് പറയും. എന്നാൽ ഇതിന്റെ ഇടയിൽ സെപ്റ്റ ഉണ്ടെങ്കിൽ നമ്മൾ അതിനെ സെപ്റ്റേറ്റ് ഹൈഫ എന്ന് പറയും. കിട്ടിയോ? അപ്പൊ ത്രെഡ് ലൈക്ക് സ്ട്രക്ചർ ഓഫ് ദി ഫംഗസ് നമ്മൾ വിളിക്കുന്ന പേരാണ് ഹൈഫേ. നെറ്റ്വർക്ക് ഓഫ് ഹൈഫേ നോൺ ആസ് മൈസീലിയം. ഇൻ സം ഫംഗസ് എന്താ? എ സെപ്റ്റേ പ്രസൻസോ നോൺ ആസ് സെപ്റ്റേറ്റ് ഹൈഫേ ഓർ സം കേസ് മൾട്ടി ന്യൂക്ലിയേറ്റഡ് ഹൈഫേ. ദ ആബ്സെൻസ് ഓഫ് സെപ്റ്റ, അത് നമ്മൾ എന്ത് വിളിക്കും മക്കളെ? സെപ്റ്റേറ്റ് ഹൈഫേ. അല്ലെങ്കിൽ നമ്മൾ അതിനെ വിളിക്കും സീനോസൈറ്റിക് കണ്ടീഷൻ എന്ന് വിളിക്കും. ഓക്കെ ആണോ? അതാണ് സീനോസൈറ്റിക് കണ്ടീഷൻ. ഓക്കെ, അപ്പൊ നമ്മൾ ഫംഗസിന്റെ ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ പോലെ പറഞ്ഞു. ഓക്കെ, ഫംഗസ് എന്ന് പറഞ്ഞാൽ മൾട്ടി സെല്ലുലർ ആണ്. പിന്നെ എക്സെപ്റ്റ് ആയിട്ട് ഈസ്റ്റ് ഉണ്ട്. അതിന്റെ സെൽ വോൾ എന്ന് പറയുന്നത് കൈറ്റിനെ കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. പിന്നെന്താ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നേ? അതിന്റെ ബോഡി സ്ട്രക്ചറിനെ നമ്മൾ ഹൈഫേ എന്ന് പറയുന്നു. ത്രെഡ് ലൈക്ക് ഓഫ് ഹൈഫേനെ നമ്മൾ മൈസീലിയം എന്ന് പറയുന്നു. സിംബയോട്ടിക് അസോസിയേഷൻ ബിറ്റ്വീൻ ആൽഗെ ആൻഡ് ഫംഗസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ലൈക്കൻ. ദെൻ ഫംഗസ് ആൻഡ് റൂട്ട് ഓഫ് ഹയർ പ്ലാന്റ് ആണെങ്കിൽ മൈക്കോറൈസ. സം കേസ് എന്ത് കാണപ്പെടും? സെപ്റ്റ കാണപ്പെടും. അതിനെ നമ്മൾ എന്ത് വിളിക്കും? സെപ്റ്റേറ്റ് ഹൈഫേ. സം കേസ് എങ്ങനെ? മൾട്ടി ന്യൂക്ലിയേറ്റഡ് ഹൈഫേ. ആബ്സെൻസ് ഓഫ് സെപ്റ്റ, അതിനെ നമ്മൾ സീനോസൈറ്റിക് കണ്ടീഷൻ എന്ന് പറയും. ഓക്കെ ആണോ? ഇനി നമ്മൾ എങ്ങോട്ടാ കടക്കാൻ പോകുന്നത് മക്കളെ? റീപ്രൊഡക്ഷനിലേക്കാണ് കടക്കാൻ പോകുന്നത്. നമുക്കറിയടാ, ഒരു പൂപ്പ് ഉണ്ടായാൽ മതി, പിന്നെ ആ പൂപ്പൽ മുഴുവനായിട്ട് പരന്ന് വീഴ്ക്കും അല്ലേ? അതുപോലെ നമ്മുടെ ഫംഗസിന് 3 ടൈപ്പ് ഓഫ് റീപ്രൊഡക്ഷൻ ഉണ്ട്. ഒന്നാമത്തേത് വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ, രണ്ടാമത്തേത് സെക്ഷൽ റീപ്രൊഡക്ഷൻ, മൂന്നാമത്തേത് അസെക്ഷൽ റീപ്രൊഡക്ഷൻ. ഏതൊക്കെയാ? വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ, അസെക്ഷൽ റീപ്രൊഡക്ഷൻ ആൻഡ് സെക്ഷൽ റീപ്രൊഡക്ഷൻ. എന്താണ് വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ?
അതായത് ബോഡി ഡിവൈഡ് ചെയ്തിട്ട് കുറേ ഭാഗങ്ങളാക്കുക. ഫോർ എക്സാമ്പിൾ വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ എക്സാമ്പിൾ ആണ് ഫ്രാഗ്മെന്റേഷൻ, ബഡ്ഡിങ്, പിന്നെ ഫിഷനും കൂടെ ഉണ്ട്. എന്താ മക്കളെ ഫ്രാഗ്മെന്റേഷൻ എന്ന് പറഞ്ഞാൽ? ഫ്രാഗ്മെന്റേഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫംഗസ് ആണെങ്കിൽ അത് ചെറിയ ചെറിയ കുറേ ഫ്രാഗ്മെന്റ് ആയിട്ട് മുറിഞ്ഞു വരും. ഈ ഫ്രാഗ്മെന്റ് ആയിട്ട് മുറിഞ്ഞിട്ട് അതിനൊക്കെ പുതിയ പുതിയ ഫംഗസ് ഫോം ചെയ്യുകയാണെങ്കിൽ അതാണ് ഫ്രാഗ്മെന്റേഷൻ. എന്താണ് ബഡ്ഡിങ് എന്ന് പറഞ്ഞാൽ? ഇതിപ്പോൾ ഒരു ഫംഗസ് ആണെന്ന് വിചാരിക്കും. ആദ്യം ഫംഗസിൽ ചെറിയ ബഡ് ഫോം ചെയ്യും, പിന്നെ അതെന്ത് ചെയ്യും, അവിടെ കുറച്ചും കൂടെ വലുതാവും, പിന്നെ എന്ത് ചെയ്യും മക്കളെ, കുറച്ചും കൂടെ വലുതായിട്ട് അത് ഈ പാരന്റ് ബോഡിയിൽ നിന്ന് ഡിറ്റാച്ച് ചെയ്തിട്ട് പുതിയ ഹൈഫി ആയിട്ട് അല്ലെങ്കിൽ പുതിയ ഫംഗസ് ആയിട്ട് വളരും. അതാണ് ബഡ്ഡിങ്. എന്താണ് ഫിഷ് എന്ന് പറഞ്ഞാൽ? ഈ ഒരു ഫംഗസ് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യും, എന്നിട്ട് ഈ രണ്ടെണ്ണം പുതിയ പുതിയ ഓർഗാനിസം ആയിട്ട് മാറും. അതാണ് ഫിഷൻ. അപ്പോൾ വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ 3 ടൈപ്പ് ഉണ്ട്. ഏതൊക്കെയാ മക്കളെ? ഫ്രാഗ്മെന്റേഷൻ, ബഡ്ഡിങ്, ലാസ്റ്റ് വൺ ഫിഷൻ. ഓക്കെ ആണോ? അപ്പം ഒന്നാമത്തെ വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ. രണ്ടാമത് നമ്മൾ പറയാൻ പോകുന്നതാണ് മക്കളെ അസെക്ഷൽ റീപ്രൊഡക്ഷൻ. എന്താണ് അസെക്ഷൽ റീപ്രൊഡക്ഷൻ? ഈ അസെക്ഷൽ റീപ്രൊഡക്ഷനും സെക്ഷൽ റീപ്രൊഡക്ഷനും എന്താണ്? സ്പോർ ഫോർമേഷൻ ആണ് മെയിൻ ആയിട്ട്. സ്പോർ ഫോം ചെയ്തിട്ടാണ് അസെക്ഷലും സെക്ഷലും വരുന്നത്. എന്താണ് ഡിഫറൻസ് ബിറ്റ്വീൻ അസെക്ഷൽ ആൻഡ് സെക്ഷൽ? നിങ്ങൾ പറഞ്ഞേ, ഒരു അസെക്ഷൽ റീപ്രൊഡക്ഷനും സെക്ഷൽ റീപ്രൊഡക്ഷനും തമ്മിലുള്ള ഡിഫറൻസ് എന്താ? അസെക്ഷൽ എന്തുണ്ടാവില്ല, ഒരൊറ്റ പാരന്റേ ഉണ്ടാവുള്ളൂ. സെക്ഷൽ എങ്ങനെയാ മക്കളെ? 2 പാരന്റ്സ് ഉണ്ടാവും. ആണല്ലോ നമുക്ക് കോമൺ ആയിട്ട് അറിയുന്ന കാര്യം. അപ്പൊ മക്കളെ അസെക്ഷൽ റീപ്രൊഡക്ഷൻ നോക്കിക്കുക. ഇതിപ്പോ നമ്മുടെ ശ്രദ്ധിക്കണേ, എല്ലാവരും കൂടി ശ്രദ്ധിക്കണേ. ഇതിപ്പോ നമ്മുടെ ഫംഗസ് ഹൈഫയാന്ന് വിചാരിക്കുക. നമ്മളെ ഫംഗൽ ഹൈഫയാണ്. ഈ ഫംഗൽ ഹൈഫേന്റെ അവിടെ ഒരു സ്ട്രക്ചർ ഫോം ചെയ്യും. ഇതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത് മക്കളെ? സ്പൊറാഞ്ചിയം. എന്താ വിളിക്കുക മക്കളെ? സ്പൊറാഞ്ചിയം എന്ന് വിളിക്കും. ഈ സ്പൊറാഞ്ചിയത്തിന്റെ ഉള്ളിൽ എന്തുണ്ടാവും? കുറേ സ്പോറുകൾ ഉണ്ട്. ഈ സ്പൊറാഞ്ചിയത്തിന്റെ ഉള്ളിലുള്ള സ്പോറുകളെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത് മക്കളെ? സ്പൊറാഞ്ചിയോസ്പോർ. ശ്രദ്ധിക്കണേ, സ്പൊറാഞ്ചി എന്ന് പറഞ്ഞ ഒരു സാക്ക് ലൈക്ക് സ്ട്രക്ചർ ഉണ്ടാവും. അതിൻ്റെ ഉള്ളിൽ കാണപ്പെടുന്ന സ്പോറാണ് മക്കളെ സ്പൊറാഞ്ചിയോസ്പോർ. ഇതാണ് സ്പൊറാഞ്ചി എന്ന് പറഞ്ഞ സാക്ക് ലൈക്ക് സ്ട്രക്ചർ. അതിൻ്റെ ഉള്ളിൽ ഒരു സ്പോർ ഉണ്ട്, അതിന് സ്പൊറാഞ്ചിയോസ്പോർ എന്ന് പറയും. ഈ സ്പൊറാഞ്ചിയോസ്പോർ 2 ടൈപ്പ് സ്പൊറാഞ്ചിയോസ്പോർ ഉണ്ട്. ഓക്കെ, ഒന്നാമത്തത് മക്കളെ സൂസ്പോറും രണ്ടാമത്തത് എന്താ മക്കളെ? അപ്ലനോസ്പോറും സൂസ്പോറും. അതായത് ഈ സ്പൊറാഞ്ചി എന്ന് പറഞ്ഞ സാക്കിന്റെ ഉള്ളിൽ മോട്ടൈൽ ആണെങ്കിൽ മൂവ് ചെയ്യാൻ പറ്റുക നമ്മൾ സൂസ്പോർ എന്ന് പറയും. മൂവ് ചെയ്യാൻ പറ്റാത്തതാണെങ്കിൽ അവരാണ് അപ്ലനോസ്പോർ എന്ന് പറഞ്ഞ മക്കളെ. ഇതിന്റെ ഉള്ളിലല്ലേ കാണപ്പെടുന്നത്, അതുകൊണ്ട് നമ്മൾ ഇതിനെ എന്ത് വിളിക്കും? എൻഡോസ്പോർ എന്ന് വിളിക്കും. എന്താ വിളിക്കുക? എൻഡോസ്പോർ. കാരണം എന്താ? ഇതിന്റെ ഉള്ളിലാണ് കാണപ്പെടുന്നത്, അതുകൊണ്ട് എൻഡോസ്പോർ എന്ന് വിളിക്കും. എന്നാൽ ചില കേസിൽ, രണ്ടാമത്തെ കേസിൽ മക്കളെ ഇതേപോലെ തന്നെ എന്തുണ്ട്? സാക്ക് ലൈക്ക് സ്ട്രക്ചർ. പക്ഷേ അതിന്റെ സ്പോർ എവിടെയാ കാണുക മക്കളെ? ഇതിന്റെ പുറമെയാണ് സ്പോർ കാണുക. ഇതിനെ നമ്മൾ എന്ത് വിളിക്കും മക്കളെ? എക്സോസ്പോർ എന്ന് പറയും. അതായത് സ്പൊറാഞ്ചിയത്തിന്റെ പുറമെയാണ് സ്പോർ കാണുന്നതെങ്കിൽ അതിനെ നമ്മൾ വിളിക്കും എക്സോസ്പോർ. അതിന് എക്സാമ്പിൾ ആണ് മക്കളെ കൊനീഡിയോസ്പോർ. എന്താടാ? കൊനീഡിയോസ്പോർ ആണ് ഈ എക്സോസ്പോറിന് എക്സാമ്പിൾ. ഇത്രയേ ഉള്ളൂ അസെക്ഷൽ റീപ്രൊഡക്ഷൻ. കിട്ടിയോ? അതായത് ആദ്യം തന്നെ ഒരു സ്പൊറാഞ്ചിയം എന്ന് പറഞ്ഞ സാക്ക് ലൈക്ക് സ്ട്രക്ചർ ഉണ്ടാവും. ഈ സ്പൊറാഞ്ചിയത്തിന്റെ ഉള്ളിലാണ് സ്പോറെങ്കിൽ നമ്മൾ അതിനെ എൻഡോസ്പോർ എന്ന് പറയും. സ്പൊറാഞ്ചിയത്തിന്റെ പുറത്താണ് സ്പോറെങ്കിൽ നമ്മൾ അതിനെ എക്സോസ്പോർ എന്ന് പറയും. ഈ എൻഡോസ്പോർ 2 ടൈപ്പ് ഉണ്ട്. മോട്ടൈൽ ആണെങ്കിൽ എന്താ മക്കളെ? സൂസ്പോർ എന്ന് പറയും. നോൺ മോട്ടൈൽ ആണെങ്കിൽ അതിനെ നമ്മൾ അപ്ലാനോസ്പോർ എന്ന് പറയും. ഓക്കെ ആണോ? ഇനി എക്സോസ്പോർ ആണെങ്കിൽ അതിനെ നമ്മൾ കൊനീഡിയോസ്പോർ എന്ന് പറയും, അല്ലെ എക്സോജീനിയസ് എന്ന് പറയും. ഇത്രയേ ഉള്ളൂ അസെക്ഷൽ റീപ്രൊഡക്ഷൻ. ഓക്കെ അല്ലേ? ഇനി നമ്മൾ സെക്ഷൽ റീപ്രൊഡക്ഷനിലേക്ക് പോവുകയാണ്. എന്താണ് സെക്ഷൽ റീപ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ? സെക്ഷൽ റീപ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ 2 പാരന്റ്സ് അതിൽ ഇൻവോൾവ് ചെയ്യണം ആണല്ലോ. അല്ലാണ്ട് ഒരു പാരന്റ് ആയാൽ അത് സെക്ഷൽ റീപ്രൊഡക്ഷൻ ആവുമോ? ഒരിക്കലുമില്ല. സെക്ഷൽ റീപ്രൊഡക്ഷൻ 2 പാരന്റ്സ് ഇൻവോൾവ് ചെയ്യണം. ഈ സെക്ഷൽ റീപ്രൊഡക്ഷൻ ഇൻ ഫംഗൈ ഡിവൈഡഡ് ഇൻടു 3 സ്റ്റേജ്. ഇമ്പോർട്ടൻറ്റ് 3 സ്റ്റേജ് ആയിട്ടാണ് അവരുടെ സെക്ഷൽ റീപ്രൊഡക്ഷൻ ഡിവൈഡ് ചെയ്തത്. ഒന്നാമത്തതാണ് മക്കളെ പ്ലാസ്മോഗമി, രണ്ടാമത്തതാണ് എന്ത്? കാരിയോഗമി, മൂന്നാമത്തതാണ് മിയോസിസ്. എന്താണ് പ്ലാസ്മോഗമി എന്ന് പറഞ്ഞാൽ? പ്ലാസ്മോഗമി എന്ന് പറഞ്ഞാൽ ആദ്യം ഒരു ഫംഗസ്, ഈ ഫംഗസ് ഇങ്ങനെ നിൽക്കുക. ഈ ഫംഗസിന്റെ അടുത്തേക്ക് ആര് വരും മക്കളെ? വേറൊരു ഫംഗസ് വരും. എന്നിട്ട് അവരുടെ പ്രോട്ടോപ്ലാസങ്ങൾ തമ്മിൽ ഫ്യൂസ് ചെയ്യും.
ആര് തമ്മിൽ? അവരുടെ പ്രോട്ടോപ്ലാസങ്ങൾ തമ്മിൽ ഫ്യൂസ് ചെയ്യും. അതാണ് പ്ലാസ്മോഗമി എന്ന് പറഞ്ഞാൽ. പ്രോട്ടോപ്ലാസങ്ങൾ തമ്മിൽ ഫ്യൂസ് ചെയ്യുന്ന പ്ലാസ്മോഗമി. എന്താടാ കാരിയോഗമി എന്ന് പറഞ്ഞാൽ? ഇവരുടെ ന്യൂക്ലിയസ് തമ്മിൽ, പ്രോട്ടോപ്ലാസ് അല്ല ന്യൂക്ലിയസ് തമ്മിലാണ് ഫ്യൂസ് ചെയ്യുന്നതെങ്കിൽ, അതായത് കണ്ട ന്യൂക്ലിയസ് തമ്മിൽ ഫ്യൂസ് ചെയ്യുന്നതാണെങ്കിൽ അതിനെ നമ്മൾ എന്ത് വിളിക്കും മക്കളെ? കാരിയോഗമി എന്ന് പറയും. കിട്ടിയോ? പ്രോട്ടോപ്ലാസങ്ങൾ തമ്മിൽ ഫ്യൂസ് ചെയ്യുകയാണെങ്കിൽ പ്ലാസ്മോഗമി, ഫംഗസിന് ന്യൂക്ലിയസ് തമ്മിലാണ് ഫ്യൂസ് ചെയ്യുന്നത് കാര്യം നമ്മൾ കാരിയോഗമി എന്ന് വിളിക്കും. ഈ ഫംഗസിന് റിഡക്ഷൻ ഡിവിഷൻ നടന്നിട്ട് സ്പോറുകൾ ഫോം ചെയ്യും, ചെറിയ ചെറിയ സ്പോറുകൾ ഫോം ചെയ്യും. അതിനെ നമ്മൾ എന്ത് വിളിക്കും മക്കളെ? മിയോസിസ് എന്ന് വിളിക്കും. മനസ്സിലായോ? സോ സെക്ഷൽ റീപ്രൊഡക്ഷൻ ഫംഗസ് ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻ 3 stages. ഫസ്റ്റ് വൺ പ്ലാസ്മോഗമി, കാരിയോഗമി, ലാസ്റ്റ് വൺ മിയോസിസ്. ഓക്കെ, ഈ പ്ലാസ്മോഗമി എന്ന് പറഞ്ഞാൽ പ്രോട്ടോപ്ലാസ് ഫ്യൂസ് ചെയ്യും, കാരിയോഗമി എന്ന് പറഞ്ഞാൽ ന്യൂക്ലിയസ് ഫ്യൂസ് ചെയ്യും, മിയോസിസ് എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ? അവരുടെ ആ റിഡക്ഷൻ ഡിവിഷൻ സംഭവിക്കും. ഓക്കെ, ഇതാണ് സെക്ഷൽ റീപ്രൊഡക്ഷൻ എന്ത്? ഫംഗസിലെ. പ്ലാസ്മോഗമി ഫ്യൂഷൻ ഓഫ് പ്രോട്ടോപ്ലാസം, കാരിയോഗമി ഫ്യൂഷൻ ഓഫ് ന്യൂക്ലിയസ്, മിയോസിസ് എന്ന് പറഞ്ഞാൽ സൈഗോട്ട് ഫോം ഹാപ്ലോയിഡ് സ്പോർ. ഈ കാരിയോഗമി കഴിഞ്ഞാൽ സൈഗോട്ട് എന്ത് ചെയ്യും? ഹാപ്ലോയിഡ് ആയി സ്പോർ ആവാൻ വേണ്ടിയിട്ടാണ് മിയോസിസ് നടക്കുന്നത്. മക്കൾ, ഇവിടെ നമുക്കൊരു പോയിന്റ് പഠിക്കാനുണ്ട്. ചില നമുക്ക് ഫംഗസിനെ 4 ഗ്രൂപ്പ് പഠിക്കാനുണ്ട്. അത് 2 ഗ്രൂപ്പ് ഫംഗസിന്റെ കേസിൽ എങ്ങനെയാന്ന് വെച്ചാൽ, ഇവരുടെ ഈ പ്ലാസ്മോഗമി കഴിഞ്ഞാൽ ഉടൻ തന്നെ നമുക്ക് എന്ത് നടക്കണം? കാരിയോഗമി നടക്കണം. പക്ഷെ ഇവരുടെ കേസിൽ എന്ത് ചെയ്യില്ല മക്കളെ? പ്ലാസ്മോഗമി കഴിഞ്ഞാൽ കുറച്ച് കാലം കാരിയോഗമി നടക്കാണ്ട് 2 ഹാപ്ലോയിഡ് ന്യൂക്ലിയ ആയിട്ട് തന്നെ നിൽക്കും. ന്യൂക്ലിയസ് ഫ്യൂസ് ചെയ്യാണ്ട് ന്യൂക്ലിയസ് വേറെ വേറെ തന്നെ കുറച്ച് കാലം കൂടെ നിൽക്കും. അതിനെയാണ് നമ്മൾ എന്ത് പറയുക? കാരിയോ ഫേസ് എന്ന് പറയുക. അതായത് സ്പെസിഫിക് സ്റ്റേജ് വേർ സെൽസ് കണ്ടെയ്ൻ 2 ഹാപ്ലോയിഡ് ന്യൂക്ലിയ വിത്തൗട്ട് ഇമ്മീഡിയറ്റ് ഫ്യൂഷൻ. പെട്ടെന്ന് തന്നെ ഫ്യൂഷൻ ചെയ്യാണ്ട് 2 ഹാപ്ലോയിഡ് ന്യൂക്ലിയസ് ആയിട്ട് തന്നെ അവിടെ അങ്ങനെ നിൽക്കും. അതിനെ നമ്മൾ കാരിയോ ഫേസ് എന്ന് പറയും. അല്ലെങ്കിൽ നമ്മൾ അതിനെ വിളിക്കുന്ന മറ്റൊരു പേരാണ് ഡൈ കാരിയോ എന്നും കൂടെ നമ്മൾ അതിനെ വിളിക്കുന്നുണ്ട്. ഡൈ കാരിയോ ഫേസ്. അത് ആസ്കോമൈസെറ്റ്സിലും ബസിഡിയോമൈസെറ്റ്സിലുമാണ് കാണപ്പെടുന്നത്. കണ്ടെയ്ൻ 2 ന്യൂക്ലിയൈ. ഓക്കെ ആണോ? ഇത്രയേ ഉള്ളൂ അവരുടെ റീപ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ. ഓക്കെ, ഇനി നമുക്ക് അവരുടെ ഗ്രൂപ്പ്, ഒരു 4 ഗ്രൂപ്പ് പഠിക്കാണ്ട്. പക്ഷെ ഒരു ബുദ്ധിമുട്ടുമില്ല, നമുക്ക് എളുപ്പത്തിൽ പഠിച്ചെടുക്കാവുന്ന സാധനമാണ് അവരുടെ 4 ഗ്രൂപ്പുകൾ. ഓക്കെ, നോക്ക് മക്കളെ, നമുക്ക് ഫംഗസിനെ 4 ഗ്രൂപ്പായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഏതൊക്കെയാ മക്കളെ? ഫൈക്കോമൈസെറ്റ്സ്. ഞാൻ പറയാം, നമുക്ക് എന്നിട്ട് ആദ്യം ഞാൻ പറയുമ്പോൾ നിങ്ങളൊന്ന് കൂടെ പറയാം, അതിന് ശേഷം നമുക്ക് എന്തെങ്കിലും കോഡ് വെക്കാം. ഫൈക്കോമൈസെറ്റ്സ്, ആസ്കോമൈസെറ്റ്സ്, ബസിഡിയോമൈസെറ്റ്സ്, ലാസ്റ്റ് വൺ ഡ്യൂട്ടിരിയോമൈസെറ്റ്. ഏതൊക്കെയാ മക്കളെ? എല്ലാത്തിനും കൂടെ മൈസെറ്റ്സ് കൊടുക്കുക. ഫൈക്കോമൈസെറ്റ്, ആസ്കോമൈസെറ്റ്സ്, ബസിഡിയോമൈസെറ്റ്സ്, ലാസ്റ്റ് വൺ ഡ്യൂട്ടിരിയോമൈസെറ്റ്. മക്കളെ, നമുക്ക് ഫൈസിനെ ആലോചിക്കുക. നിങ്ങൾ ഈ ഉസ്താദ് ഹോട്ടൽ സിനിമ കണ്ടിട്ടുണ്ടോ? അതിൻ്റെ അകത്ത് നമ്മുടെ ദുൽഖറിന്റെ പേരാണ് ഫൈസി. ഓക്കെ, ഫൈക്കോമൈസെറ്റ്. ഫൈസി ആസ്ക് ചെയ്യുന്നതാണ് പറയുക. നമുക്ക് അവിടെ ഇവിടെ ആസ്ക് ചെയ്തെന്ന് ചോദിക്കാം. ഫൈസി എന്ത് ചെയ്തു മക്കളെ? ആസ്ക് ചെയ്ത്. എന്താ ആസ്ക് ചെയ്തത്? ബസ്സിലാണോ ഡ്യൂട്ടിക്ക് പോകുന്നത്? കിട്ടിയോ? അതായത് ഫൈസി എന്ന് പറഞ്ഞാൽ ഫൈക്കോമൈസെറ്റ്, ആസ്ക് എന്ന് പറഞ്ഞാൽ ആസ്കോമൈസെറ്റ്, ബസിഡിയോമൈസെറ്റ്, ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ ഡ്യൂട്ടിരിയോമൈസെറ്റ്. ഫൈക്കോമൈസെറ്റ്, ആസ്കോമൈസെറ്റ്, ബസിഡിയോമൈസെറ്റ്, ഡ്യൂട്ടിരിയോമൈസെറ്റ്. ഫൈക്കോമൈസെറ്റ്സ്, ആസ്കോമൈസെറ്റ്സ്, ബസിഡിയോമൈസെറ്റ്, ഡ്യൂട്ടിരിയോമൈസെറ്റ്സ്. കിട്ടിയോ? ഇത്രയും കാര്യങ്ങളാണ്. ഇതാണ് 4 ടൈപ്പ് ഓഫ് ഫംഗസ്. ബുദ്ധിമുട്ടുണ്ടോ? ഫൈക്കോമൈസെറ്റ്, ആസ്കോമൈസെറ്റ്, ബസിഡിയോമൈസെറ്റ്, ലാസ്റ്റ് വൺ ഡ്യൂട്ടിരിയോമൈസെറ്റ്. ഇനി നമുക്ക് ഇത് ഓരോന്നും, അതായത് നമുക്ക് നമ്മുടെ എക്സാം വ്യൂ പോയിന്റിൽ എന്താ പഠിക്കാനുള്ളതെന്ന് വെച്ചാൽ ഈ ഓരോ ഫംഗസിന്റെ പേര്, അവരുടെ സെക്ഷൽ എന്താണ്, അസെക്ഷൽ എന്താണ്, അവരുടെ എക്സാമ്പിൾസ്, ഇത്രയാണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ ഇത് ഞാൻ നിങ്ങൾക്ക് എളുപ്പത്തിനൊരു കാര്യത്തിൽ പറഞ്ഞു തരാം. ഓക്കെ, നമുക്ക് ആദ്യം മക്കളെ നമ്മൾ നോക്കുന്ന സമയത്ത് ഫൈക്കോമൈസെറ്റ്, ബസിഡിയോമൈസെറ്റ്, ഡ്യൂട്ടിരിയോ, ഫൈക്കോമൈസെറ്റ്. ഓക്കെ, ഇവിടെ നോക്കാം. നോക്കിയേ മക്കളെ, നമ്മൾ നോക്കുന്ന സമയത്ത് നമുക്ക് ആദ്യം എന്താ പറയുക, അവിടെ റീപ്രൊഡക്ഷൻ ജസ്റ്റ് എളുപ്പത്തിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അതായത് ഫൈസി ഉണ്ടല്ലോ, നമ്മളെ ഫൈസി, ഉസ്താദ് ഹോട്ടലിലെ ഫൈസി എടോ വിളിച്ച്
ആദ്യം നമ്മൾ എന്ത് ചെയ്യും മക്കളെ, ഫൈക്കോമൈസെറ്റ് എന്ന് ഇവിടെ എഴുതുക. ഫൈക്കോമൈസെറ്റ്, ആസ്കോമൈസെറ്റ്, ബസിഡിയോമൈസെറ്റ്, ഡ്യൂട്ടിരിയോമൈസെറ്റ് എന്ന് എഴുതുക. എന്നിട്ട് ഇവിടെ നമ്മൾ എന്ത് കൊടുക്കുക, അസെക്ഷൽ എഴുതുക, ഇവിടെ നമ്മൾ സെക്ഷൽ എഴുതുക. എന്നിട്ടാണ് നമ്മൾ ഇനി പറയാൻ പോകുന്നത് ഫൈസി. ഫൈസി എന്ത് ചെയ്ത മക്കളെ, എഡോ എഡോ വിളിച്ച്, അഥവാ എൻറ്റോ എൻറ്റോ എന്ന് വിളിച്ച്, എഡോ എഡോ എന്ന് ആസ്ക് ചെയ്ത്. എന്താ, ഫൈസി എഡോ എഡോ എന്ന് ആസ്ക് ചെയ്ത്. ആരെയാ വിളിച്ചത്, ഫൈസിന്റെ എക്സിനെ വിളിച്ച്. എഡോ വീണ്ടും വിളിച്ച്, എക്സ് മൈൻഡ് ചെയ്തില്ല, നോ റെസ്പോൺസ്, നോ. കിട്ടിയോ? പിന്നെ എക്സ്, പിന്നെ നമുക്ക് ഇത്ര നേരെ കിട്ടിയോ നിങ്ങൾക്ക്? അതായത് ഫൈസി എഡോ എഡോ വിളിച്ച് ആസ്ക് ചെയ്ത്. ആരെ ആസ്ക് ചെയ്തേ, എക്സിനെ എഡോ വിളിച്ച് അല്ലെങ്കിൽ എൻറ്റോ വിളിച്ച് എന്താ പറയാ, നമ്മുടെ എക്സ് എന്ത് ചെയ്തില്ല, മൈൻഡ് ചെയ്തില്ല, നോ റെസ്പോൺസ്. പിന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ എങ്ങനെ കൊടുക്കാം, ഇവിടെ ഒരു എക്സോ ഇവിടെ ഒരു എക്സോ. കിട്ടിയോ? ഇതെന്തൊക്കെയാ നിങ്ങൾ പറഞ്ഞേ മക്കളെ? ഒന്നുകൂടെ ഞാൻ നിങ്ങൾക്കിത് വേറെ ഇതിൽ വരച്ചു തരാം, അപ്പൊ നിങ്ങൾക്ക് ഒന്നും കൂടെ മനസ്സിലാവും. നോക്കട്ടെ. ഓക്കെ, നോക്കിക്കേ. നമ്മൾ ആദ്യം എന്താ മക്കളെ പറഞ്ഞേ, ഫൈക്കോമൈസെറ്റ്സ് അല്ലേ? ഞാൻ ആദ്യത്തെ പേരെ എഴുതുന്നുള്ളൂ കേട്ടോ. നമ്മുടെ ഫൈക്കോമൈസെറ്റ്സ് ആസ്ക് ചെയ്ത് ബസ്സിലാണോ ഡ്യൂട്ടിക്ക് പോകുന്നത്. ഓക്കെ, ഇനി നമ്മൾ ഇവിടെ എന്ത് എഴുതുക മക്കളെ, അസെക്ഷൽ എഴുതുക, ഇവിടെ സെക്ഷൽ എഴുതുക. ഫൈസി. ഓക്കെ, എഡോന്ന് ആസ്ക് ചെയ്ത്. ആരെ ആസ്ക് ചെയ്തേ, എക്സിനെ. എഡോ വിളിച്ച് അല്ലെങ്കിൽ എൻഡോ. അപ്പോൾ അവൾ എന്ത് ചെയ്തില്ല, നോ റെസ്പോൺസ്. പിന്നെ നമുക്ക് ഇതിങ്ങനെ എക്സോ എഴുതാം. എക്സോ എന്താ മക്കളെ, ഇത് നിങ്ങൾ ഈ മിസ്സിന് പറഞ്ഞു തന്നെ. ഈ എൻഡോ എന്ന് പറഞ്ഞാൽ അസെക്ഷലിലെ എൻഡോസ്പോർ ഏതാ? നമ്മൾ അസെക്ഷൽ റീപ്രൊഡക്ഷൻ പഠിച്ച സമയത്ത് നമ്മൾ എൻഡോസ്പോറും എക്സോസ്പോറും പഠിച്ച്. അസെക്ഷൽ എൻഡോസ്പോർ ഏതാ? സ്പൊറാഞ്ചിയോസ്പോർ അല്ലേ? അത് ഞാൻ കാണിച്ചു തരാം. എവിടെ പോയി നമ്മുടെ ഇതാ നമ്മൾ പഠിച്ചില്ലേ അസെക്ഷൽ. നമ്മൾ എന്താ പഠിച്ചേ മക്കളെ? സ്പൊറാഞ്ചിയോസ്പോർ, സൂസ്പോറും അപ്ലനോസ്പോറും. എക്സോസ്പോർ ആണെങ്കിൽ കൊനീഡിയോസ്പോർ. അപ്പൊ ഇവിടെ അതാ വരുന്ന ഫൈക്കോമൈസെറ്റ് എഡോ, സ്പൊറാഞ്ചിയോസ്പോർ. എഡോ എന്ന് പറഞ്ഞാൽ എൻഡോ ആണ്, സ്പൊറാഞ്ചിയോസ്പോർ. പിന്നെ ഇവിടെ എക്സോ എന്ന് പറഞ്ഞാൽ ഏതാ മക്കളെ? കൊനീഡിയോസ്പോർ. പിന്നെ എക്സോ എന്ന് പറഞ്ഞാൽ ബസീഡിയോസ്പോർ. പിന്നെ എക്സോ എന്ന് പറഞ്ഞാൽ കൊനീഡിയോസ്പോർ. ഇവിടെ നോ എന്ന് പറഞ്ഞാൽ എന്താ? ബസിഡിയോമൈസെറ്റിൽ അസെക്ഷൽ ആബ്സെന്റ് ആണ്. പിന്നെ സെക്ഷൽ ഡ്യൂട്ടീരിയോമൈസെറ്റ്സിലും ആബ്സെന്റ് ആണ്. ഈ ഒരു സാധനം പഠിച്ചാൽ ജസ്റ്റ് എൻറ്റോ എക്സോ എന്ന് പഠിച്ചാൽ തന്നെ നമുക്ക് അതിന്റെ റീപ്രൊഡക്ഷൻ മൊത്തമായിട്ട് കിട്ടും. സെക്ഷൽ റീപ്രൊഡക്ഷൻ ആൻഡ് അസെക്ഷൽ റീപ്രൊഡക്ഷൻ. അപ്പോൾ അസെക്ഷൽ റീപ്രൊഡക്ഷൻ എളുപ്പമാണ്. അതായത് ശ്രദ്ധിക്കണേ, നമ്മുടെ ആസ്കോമൈസെറ്റിന്റെ അസെക്ഷൽ സ്പോറാണ് ആസ്കോസ്പോർ. ബെസിഡിയോമൈസെറ്റിന്റെ അസെക്ഷൽ സ്പോറാണ് ബെസിഡിയോസ്പോർ. ഡ്യൂട്ടീരിയോമൈസെറ്റിന് എന്തില്ല? സെക്ഷൽ ഇല്ല. പിന്നെ എന്താ മക്കളെ? ഫൈക്കോമൈസെറ്റിന് സൂസ്പോർ. ഓക്കെ, എന്താ ഞാൻ പറഞ്ഞേ? ഫൈക്കോമൈസെറ്റ് നമ്മൾ എടുക്കുന്ന സമയത്ത് എഡോന്ന് വിളിച്ച്, അതായത് അസെക്ഷൽ സ്പൊറാഞ്ചിയോസ്പോർ, സെക്ഷൽ ഊസ്പോർ ആണ്. ആസ്കോമൈസെറ്റ് ആണെങ്കിൽ എക്സോ, കൊനീഡിയോസ്പോർ, എൻഡോ, ആസ്കോസ്പോർ. പിന്നെ ബസിഡിയോമൈസെറ്റിൽ അസെക്ഷൽ ആബ്സെന്റ് ആണ്, നോ അസെക്ഷൽ. പിന്നെ ഇവിടെ സെക്ഷൽ ആണെങ്കിൽ മക്കളെ, ആസ്കോമൈസെറ്റിന്റെ സെക്ഷൽ ആണെങ്കിൽ ആസ്കോസ്പോറും, ബെസിഡിയോമൈസെറ്റിന്റെ സെക്ഷൽ ആണെങ്കിൽ ബെസിഡിയോസ്പോർ. അത് രണ്ടും നമുക്ക് എളുപ്പത്തിൽ കിട്ടും. പിന്നെ ഡ്യൂട്ടീരിയോമൈസെറ്റിന് സെക്ഷൽ ഇല്ല, നോ സെക്ഷൽ. അപ്പൊ ഇത് മൂന്നാണ് നമുക്ക് സുഖമായിട്ട് കിട്ടുന്ന സാധനം. പിന്നെ ഇവിടെ നമുക്ക് എന്ത് പഠിക്കുക? എൻഡോ എക്സോ ആ രീതിയിൽ നമുക്ക് നോക്കാം. ഓക്കെ ആണോ? ഈ ഒരു കാര്യം മാത്രം നിങ്ങൾ എന്തിൽ പഠിച്ചാൽ മതി? നമ്മുടെ ഫംഗസിന്റെ ആ ഒരു ക്ലാസ്സിൽ പഠിച്ചാൽ മതി. ഫൈക്കോമൈസെറ്റ്. ഇനി നമുക്ക് ഓരോന്നായിട്ട് നോക്കുക. ഫൈക്കോമൈസെറ്റ് എന്തൊക്കെ നമുക്കറിയാം? അവരുടെ അസെക്ഷൽ സ്പോർ എന്താ? സ്പൊറാഞ്ചിയോസ്പോർ, എൻഡോ. അവരുടെ സെക്ഷൽ സ്പോർ എന്താ മക്കളെ?
ഊസ്പോർ. പിന്നെ നമുക്ക് ഫൈക്കോമൈസെറ്റിനെ നമ്മൾ വിളിക്കുന്ന മറ്റൊരു പേരാണ് ആൽഗൽ ഫംഗി. ആകെ 2 പോയിന്റേ പഠിക്കാനുള്ളൂ മക്കളെ. ആൽഗൽ ഫംഗി എന്നാണ് നമ്മൾ ഫൈക്കോമൈസെറ്റിനെ പറയുക. പിന്നെ ഇവിടെ സെപ്റ്റേറ്റ് കണ്ടീഷൻ ആണ്. നമ്മൾ 4 ഫംഗസ് ഗ്രൂപ്പിന് എടുക്കുകയാണെങ്കിൽ ഫൈക്കോമൈസെറ്റ് മാത്രമാണ് സെപ്റ്റേറ്റ്, ബാക്കി എല്ലാവരും സെപ്റ്റേറ്റ്. അപ്പൊ ആ പോയിന്റ് നമുക്ക് കിട്ടി. ഫൈക്കോമൈസെറ്റ് മാത്രമാണ് സെപ്റ്റേറ്റ്, ബാക്കി എല്ലാവരും സെപ്റ്റേറ്റ് ആണ്. പിന്നെ മക്കളെ എന്താ നമ്മൾ പറഞ്ഞത്, ഇതിന്റെ സെക്ഷൽ സ്പോർ എന്താ? സ്പൊറാൻജിയോസ്പോറും. സെക്ഷൽ സ്പോർ എന്താ മക്കളെ? സൂസ്പോറും അല്ലെങ്കിൽ ഊസ്പോർ എന്നും പറയാം. ഇനി ആസ്കോമൈസെറ്റ്, ആസ്ക് ചെയ്തു. ആസ്കോമൈസെറ്റിനെ കോമൺലി നമ്മൾ വിളിക്കും സാക്ക് ഫംഗി. കാരണം ഒരു സാക്ക് ലൈക്ക് സ്ട്രക്ചറിലാണ് ഈ ആസ്കോമൈസെറ്റ് കാണപ്പെടുന്നത്. പിന്നെ സെപ്റ്റേറ്റ് ആണ്. പിന്നെ നമ്മൾ നേരത്തെ എക്സോ എൻഡോ പറഞ്ഞത് നമുക്ക് കൊടുക്കാം. അവരുടെ സെക്ഷൽ സ്പോർ ആണ് ആസ്കോസ്പോർ. കിട്ടിയോ? പിന്നെ മക്കളെ ഫൈക്കോമൈസെറ്റ്, ആസ്കോമൈസെറ്റ്, ബസിഡിയോമൈസെറ്റ് നമ്മൾ ക്ലബ് ഫംഗി എന്ന് പറയും. എന്താണ് ക്ലബ് ഫംഗി എന്ന് പറഞ്ഞാല്? ക്ലബ് ഷേപ്പ്ഡ് ആണ് അവര്. എന്താണ് ക്ലബ് ഷേപ്പ് എന്ന് പറഞ്ഞാല്? നോക്കിക്കേ, അതായത് ഇങ്ങനെയുള്ള ഒരു ക്ലബ് ഷേപ്പിലാണ് ആരുണ്ടാവുക? ബസിഡിയോമൈസെറ്റ് ഉണ്ടാവുക. അതുകൊണ്ട് നമ്മൾ അതിനെ ക്ലബ് ഫംഗി എന്ന് പറയും. പിന്നെ ഡ്യൂട്ടീരിയോമൈസെറ്റ് എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ? ഡ്യൂട്ടീരിയോമൈസെറ്റ് സ്ഥിരമായിട്ട് നിങ്ങൾക്ക് എക്സാമിന് ചോദിക്കുന്നതാണ്. ഡ്യൂട്ടീരിയോമൈസെറ്റ് ഈസ് നോൺ ആസ് ഇംപെർഫെക്റ്റ് ഫംഗി. എന്തുകൊണ്ടാണ് ഡ്യൂട്ടീരിയോമൈസെറ്റ് ഇംപെർഫെക്റ്റ് ഫംഗി എന്ന് വിളിക്കാൻ കാരണം? അവർക്ക് എന്തില്ല? സെക്ഷൽ റീപ്രൊഡക്ഷൻ ആബ്സെന്റ് ആണ്. അതുകൊണ്ടാണ് ഡ്യൂട്ടീരിയോമൈസെറ്റ് നമ്മൾ എന്ത് വിളിക്കുന്നത് മക്കളെ? ഇംപെർഫെക്റ്റ് ഫംഗി എന്ന് വിളിക്കുന്നത്. ഓക്കെ ആണോ? അപ്പം ഇത്രയേ ഉള്ളൂ ഫംഗസിന്റെ ഗ്രൂപ്പുകൾ. ഓക്കെ, ഫൈസി, ആസ്ക് ചെയ്തു, ബസ്സിലാണോ ഡ്യൂട്ടിക്ക് പോകുന്നത്? ഫൈക്കോമൈസെറ്റ്, ആസ്കോമൈസെറ്റ്, ബസിഡിയോമൈസെറ്റ്, ലാസ്റ്റ് വൺ ഡ്യൂട്ടീരിയോമൈസെറ്റ്സ്. ഓക്കെ, ഇനി നമുക്ക് എന്ത് നോക്കണം? അവരുടെ എക്സാമ്പിൾസ് നോക്കണം. ഫൈക്കോമൈസെറ്റ്, ഫൈസിനെ നമുക്ക് നോക്കാം. നമ്മുടെ ഫൈസി എന്ത് ചെയ്തു മക്കളെ? റൈസ് കഴിച്ചോണ്ട് ആൽബം കാണീനി. റൈസ് കഴിച്ചു, റൈസോപ്പസ്. ആൽബം കാണിയായിരുന്നു ആൽബുഗോ. അപ്പടാ ചോറാണ് റൈസ് കഴിച്ചോണ്ട് ആൽബം കാണുമ്പോൾ മൂക്ക് കയറി. അയ്യോ, മ്യൂക്കർ. കിട്ടിയോ? എന്താ പറഞ്ഞേ? ഫൈസി, ഫൈക്കോമൈസെറ്റ്. ഫൈസി എന്ത് ചെയ്തു മക്കളെ? റൈസ് കഴിച്ചിട്ട് ഇങ്ങനെയാണ് റൈസ് ചെയ്ത് ഇത് ഇങ്ങനെ ആയതുകൊണ്ടാണ് ഇങ്ങനെ എഴുതുന്നത്. റൈസ് കഴിച്ചിട്ട് എന്ത് ആൽബം കാണുമ്പോൾ എന്ത് കയറി മക്കളെ? മ്യൂക്കിൽ കയറി ആൽബം കാണുന്ന സമയത്ത്. കിട്ടിയോ? അപ്പൊ ഏതൊക്കെയാ മക്കളെ? ആൽബം, ആൽബുഗോ, റൈസ്, റൈസോപ്പസ്, മൂക്കിൽ, മ്യൂക്കർ. ഓക്കെ, ഫൈക്കോമൈസെറ്റ് ആണെങ്കിൽ ആൽബുഗോ, റൈസോപ്പസ്, മ്യൂക്കർ. ഓക്കെ ആണോ? ഇതാണ് ഫൈക്കോമൈസെറ്റിന്റെ എക്സാമ്പിള്. അടുത്ത ആസ്കോമൈസെറ്റ് ആണെങ്കിൽ മക്കളെ, ആസ്കോമൈസെറ്റ് എക്സാമ്പിൾ ഞാൻ ആദ്യം പറയുന്നത്, നമുക്ക് എന്തെങ്കിലും കോഡ് ഉണ്ടാക്കാം. ഓക്കെ, ആസ്കോമൈസസിന്റെ എക്സാമ്പിൾ ആണ് ഏതാ മക്കളെ? ആസ്പെർജില്ലസ്, ന്യൂറോസ്പോറ, പെൻസിലിയം, ക്ലാവിസെപ്സ് ആൻഡ് ലാസ്റ്റ് വൺ ഈസ്റ്റ്. അതായത് ഇതിന് മിസ്സിന്റെ ഒരു ഫ്രണ്ട് മിസ് പറഞ്ഞതാണ്. ഇതിന്റെ ആസ്കോമൈസെറ്റിന്റെ ബസിഡിയോമൈസെറ്റിന്റെ ഒരു കോഡാണ്. അതായത് ആസ്പെർജില്ലസ്, നമ്മുടെ ആസിഫ് ന്യൂ പെൻസിൽ വാങ്ങിയിട്ട് ക്ലാരക്കും ഈസ്റ്റിനും കൊടുത്ത്. എന്താക്കി മക്കളെ? ആസിഫ് ന്യൂ പെൻസിൽ വാങ്ങി, എന്നിട്ട് ആർക്ക് കൊടുത്ത്? ക്ലാരക്കും പിന്നെ യൂസഫിനും കൊടുത്ത്. ആസിഫ് ആസ്പെർജില്ലസ്, ന്യൂറോസ്പോറ, പെൻസിലിൻ, ക്ലാര ക്ലാവിസെപ്സ്, യൂസഫ് ഈസ്റ്റ്. ഓക്കെ, ആസ്കോമൈസെറ്റ്സ്. അപ്പൊ മക്കളെ ഫൈക്കോമൈസെറ്റ് എന്താ മക്കളെ ഞാൻ പറഞ്ഞേ? ഫൈക്കോമൈസെറ്റ് എന്തായെന്ന് പറഞ്ഞൊന്ന് ആലോചിച്ചേ. നമ്മുടെ ഫൈസി എന്ത് ചെയ്തടാ? റൈസ് കഴിച്ചു കൊണ്ടിട്ട് എന്ത് കണ്ട്? ആൽബം സോങ് കണ്ട് മൂക്കിൽ കയറി. ഓക്കെ, ഫൈസി എന്ന് പറഞ്ഞാല് ഫൈക്കോമൈസെറ്റ്, റൈസ് എന്ന് പറഞ്ഞാൽ റൈസോപ്പസ്, ആൽബം എന്ന് പറഞ്ഞാൽ ആൽബുഗോ, മൂക്കിൽ എന്ന് പറഞ്ഞാൽ മ്യൂക്കർ. ഓക്കെ, ഫൈക്കോമൈസെറ്റ്, ആസ്കോമൈസെറ്റ്സ്. അടുത്ത ബസിഡിയോമൈസെറ്റ്. ഈ ബസിഡിയോമൈസെറ്റ് എക്സാമ്പിൾ ഒരു വൃത്തികെട്ട എക്സാമ്പിൾസാ. ഇത് നമുക്ക് ഞാൻ പറഞ്ഞ പോലെ പറഞ്ഞതാണ്. നോക്കാം നമുക്ക്. ബസിഡിയോമൈസെറ്റ് എന്ന് പറഞ്ഞാൽ അതിന്റെ പേര് മിസ് ആദ്യം പറയാം, നിങ്ങൾ എല്ലാവരും ഒന്ന് പറഞ്ഞു നോക്കുക. അസ്റ്റിലാഗോ,
അഗാരിക്കസ്, പഫ് ബോൾസ്, ബ്രാക്കറ്റ് ഫംഗി, പക്സീനിയ ആൻഡ് അമാനിറ്റ. അതായത് നോക്കുക മക്കളെ, നമുക്ക് അതിന്റെ പേര് നോക്കുക. ഉസ്താദ്, അസ്റ്റിലാഗോ എന്ന് പറഞ്ഞാല് ഉസ്താദ് അകത്ത് പോയി, അകത്ത്, അഗാരിക്കസ് അകത്ത് പോയിട്ട് പപ്സ് ഉണ്ടാക്കി. നമ്മുടെ പപ്സ് ഇല്ലേ, പപ്സ് ഉണ്ടാക്കി ബക്കറ്റിലിട്ട്, ബ്രാക്കറ്റ് ഫംഗി നമുക്ക് ബക്കറ്റ് ആക്കാം, ബക്കറ്റിലിട്ടിട്ട് പക്സീനിയ അമാനിറ്റോ, പക്സീനിയ അമാനിക്ക് കൊടുത്ത് വേണേ പഫ് ബോൾസും പക്സീനിയും ഒരുമിച്ച് കൂട്ടുകയും ചെയ്യാം. ഓക്കെ, ഫസ്റ്റിലാഗോ ഉസ്താദ്, അകത്ത് അഗാരിക്കസ്, പഫ് ബോൾസ് നമുക്ക് പഫ് ബോൾസും എഴുതാം, പക്സീനി എഴുതാം. പിന്നെ ബ്രാക്കിയൽ ഫംഗി എന്ന് പറഞ്ഞാൽ ബക്കറ്റ്, ദെൻ അമാനിറ്റക്ക് കൊടുത്തു. ഓക്കെ, ഏതൊക്കെയാ മക്കളെ പറഞ്ഞേ? അസ്റ്റിലാഗോ ഉസ്താദ്, അഗാരിക്കസ് എവിടെ പോയി, എന്താ അകത്ത് പോയിട്ട് എന്താ ഉണ്ടാക്കിയ, പഫ് ബോൾസ് എന്തിലാക്കി, ബക്കറ്റ്, ബ്രാക്കിയൽ ഫംഗി, പക്സീനിയക്കും അമാനിറ്റക്കും കൊടുത്തു. ഓക്കെ ആണോ? സെറ്റ് അല്ലേ? ലാസ്റ്റ് വണ്ണാണ് മക്കളെ ഡ്യൂട്ടീരിയോമൈസ്. ഡ്യൂട്ടീരിയോമൈസ് നമ്മൾ എന്താ പറഞ്ഞാൽ ഇംപെർഫെക്റ്റ് ഫംഗി എന്ന് പറയും. കാരണം എന്താ, അവരുടെ സെക്ഷൽ റീപ്രൊഡക്ഷൻ ആബ്സെന്റ് ആണ്. ഡ്യൂട്ടീരിയോമൈസ് നമുക്ക് നോക്കാം. അതായത് ട്രൈ ചെയ്താൽ ആർക്ക് വേണമെങ്കിലും കളക്ചർ ആവാം അല്ലെ. ട്രൈക്കോഡെർമ ട്രൈ ചെയ്താൽ, കളക്ചർ കോളിയോ ട്രൈക്കോം, എന്താ കോളിയോ ട്രൈക്കോം. ലാസ്റ്റ് വൻ ഓൾട്ടർനേറിയ, അത് നിങ്ങൾ നോക്കേണ്ടി വരും. ഓൾട്ടർനേറിയ, ഓൾട്ടർനായിട്ട് അങ്ങനെ എന്തെങ്കിലും ഓൾട്ടർ ചെയ്യുക, അല്ലെങ്കിൽ ഡ്രസ്സ് ഓൾട്ടർ ചെയ്യുക, അങ്ങനെ എന്തെങ്കിലും ആലോചിക്കുക. കിട്ടിയ മക്കളെ? ട്രൈ ചെയ്താൽ കളക്ചർ ആവുക, ട്രൈക്കോഡെർമ, കോളിയോ ട്രൈക്കോം, ഓൾട്ടർനേറിയ. ഇതാണ് ഡ്യൂട്ടീരിയോമൈസെറ്റ് എന്ന് പറയുന്നത്. ഓക്കെ ആണോ? ഇതോടുകൂടി നമ്മുടെ എന്ത് കഴിഞ്ഞാൽ അത് ലൈക്കൻ ഒരു നോട്ട് കൊടുത്തതാണ്. നമ്മുടെ ലൈക്കൻ എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ? അസോസിയേഷൻ ബിറ്റ്വീൻ ആൽഗെ ആൻഡ് ഫംഗി, ഫംഗൽ കമ്പോണന്റ് മൈക്കോബയോണ്ട്, ആൽഗൽ കമ്പോണന്റ് ഫൈക്കോബയോണ്ട്. അന്ന് ഓർത്ത് വെച്ചാൽ മതി. ഇതോടുകൂടി നമ്മുടെ കിൻഡ് ഓഫ് ഫംഗി കഴിഞ്ഞു. അപ്പൊ എന്തൊക്കെയാ മക്കളെ നമ്മൾ കിൻഡ് ഓഫ് ഫംഗി എന്ന് പറഞ്ഞൊന്ന് ഓർത്ത് നോക്കുക. കിൻഡ് ഓഫ് ഫംഗി എന്ന് പറഞ്ഞാൽ ആദ്യം നമ്മൾ പറഞ്ഞു മൾട്ടി സെല്ലുലാർ ആണ്. പിന്നെന്താ പറഞ്ഞത്? അവര് ഓട്ടോട്രോപ്സ് ആണ്, ഹെറ്റിരോട്രോപ്സ് ആണ്, സാപ്രോഫൈറ്റ് ആണ്, പാരസൈറ്റിക് ആണ്. അവരുടെ സെൽ വാൾ ഉണ്ടാക്കിയിരിക്കുന്നത് കൈറ്റിനെ കൊണ്ടാണ്. അവരുടെ ത്രെഡ് ലൈക്ക് സ്ട്രക്ചർ ആണ് അവരുടെ ബോഡി. അതിനെ നമ്മൾ ഹൈഫേ എന്ന് പറയും. നെറ്റ്വർക്ക് ഓഫ് ഹൈഫേനെ നമ്മൾ മൈസീലി എന്ന് പറയും. ആണല്ലോ. പിന്നെ നമ്മൾ പറഞ്ഞത് എന്താ? അവരുടെ അസോസിയേഷൻ ബിറ്റ്വീൻ ആൽഗെ ആൻഡ് ഫംഗി ആണെങ്കിൽ ലൈക്കൻ, ആൻഡ് ഫംഗി ആൻഡ് ഹയർ പ്ലാന്റ്സ് ആണെങ്കിൽ അതിനെ നമ്മൾ വിളിക്കും മൈക്കോറൈസ. ദെൻ നമ്മൾ പറയുന്നത് റീപ്രൊഡക്ഷൻ ആണ്. വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ, അസെക്ഷൽ റീപ്രൊഡക്ഷൻ, സെക്ഷൽ റീപ്രൊഡക്ഷൻ. അതിന് മക്കളെ വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ 3 ടൈപ്പിലാണ്. ഏതൊക്കെയാ വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ? ഫ്രാഗ്മെന്റേഷൻ, ഫിഷൻ ആൻഡ് ബഡ്ഡിങ്. ഫ്രാഗ്മെന്റേഷൻ എന്ന് പറഞ്ഞ ഒരു പ്ലാന്റ് ബോഡിനെ കുറേ കഷ്ണങ്ങളായിട്ട് ഡിവൈഡ് ചെയ്യും. അതിന്നൊക്കെ ഓരോ ഫംഗസ് ഉണ്ടാവും. ബഡ്ഡിങ് എന്ന് പറഞ്ഞ ഒരു ബഡ് ഫോം ചെയ്താൽ ബഡ് വലുതായി പാരന്റ് ബോഡിന്ന് ഡിറ്റാച്ച് ചെയ്യും. ഓക്കെ, ദെൻ ഏതാ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നേ? ഫിഷ് എന്ന് പറഞ്ഞ ഒരു ഫംഗസ് ഡിവൈഡ് ചെയ്ത് രണ്ടാവും. അസെക്ഷൽ റീപ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു സ്പൊറാഞ്ചിയോസ്പോർ. ഒരു സ്പൊറാഞ്ചിയ എന്ന് പറഞ്ഞ സാക്ക് ലൈക്ക് സ്ട്രക്ചറിന്റെ ഉള്ളിലാണ് സ്പോറെങ്കിൽ നമ്മൾ അതിന് സ്പൊറാഞ്ചിയോസ്പോർ എന്ന് പറയും. അത് സൂസ്പോറും ഉണ്ട്, അപ്ലനോസ്പോറും ഉണ്ട്. ഈ സ്പൊറാഞ്ചിക്ക് പുറത്താണെങ്കിൽ നമ്മൾ അതിനെന്ത് വിളിക്കും മക്കളെ? കൊനീഡിയോസ്പോർ എന്ന് വിളിക്കും അല്ലെ. കൊനീഡിയോസ്പോർ എന്ന് വിളിക്കും പുറത്താണെങ്കിൽ. അത്രയേ ഉള്ളൂ അസെക്ഷൽ റീപ്രൊഡക്ഷൻ. ഇനി സെക്ഷൽ ആണെങ്കിൽ എക്സോസ്പോർ എന്നും വിളിക്കും. സെക്ഷൽ ആണെങ്കിൽ പ്രധാനമായിട്ട് 3 ടൈപ്പിലാണ്. പ്ലാസ്മോഗമി, പിന്നെ നമുക്ക് കാരിയോഗമി, മയോസിസ്. പ്ലാസ്മോഗമി എന്ന് പറഞ്ഞ ഫ്യൂഷൻ ഓഫ് പ്രോട്ടോപ്ലാസം, കാരിയോഗമി എന്ന് പറഞ്ഞ ന്യൂക്ലിയസിന്റെ ഫ്യൂഷൻ, മയോസിസ് എന്ന് പറഞ്ഞാൽ ഡിവൈഡ് ചെയ്തെങ്കിൽ റിഡക്ഷൻ ഡിവിഷൻ സംഭവിച്ച് സ്പോറുകൾ ഫോം ചെയ്യും. പിന്നെ ഡൈകാരിയോ എന്ന് പറഞ്ഞാൽ ചില ഫൈക്കോമൈസസിലും ആസ്കോമൈറ്റസിലും എന്താ സംഭവിക്കുന്നത്? അവരുടെ പ്രോട്ടോപ്ലാസം ഫ്യൂസ് ചെയ്ത് കുറച്ചു നേരം ഹാപ്ലോയിഡ് ന്യൂക്ലിയേറ്റ് ആയിട്ട് നിൽക്കും. ഫ്യൂഷൻ സംഭവിക്കില്ല. ആർക്ക്? കാരിയോഗമി നടക്കില്ല. ആ ഒരു ഫേസ് നമ്മൾ ഡൈകാരിയോ എന്ന് പറയും. പിന്നെ നമ്മൾ ഫംഗസിനെ 4 ആയിട്ട് ഡിവൈഡ് ചെയ്തു. ഏതാ? ഫൈക്കോമൈസെറ്റ്സ്. പിന്നെ അത് ചോദിച്ചു ആസ്കോമൈസെറ്റ്സ്. എന്താ ചോദിച്ചേ? ബസ്സിലാണ് ഡ്യൂട്ടിക്ക് പോകുന്നത്. ബസിഡിയോമൈസെറ്റ് ആൻഡ് ഡ്യൂട്ടീരിയോമൈസെറ്റ്. അതിൽ ഫൈക്കോമൈസെറ്റ്സിന്റെയും ആസ്കോമൈസെറ്റ്സിന്റെയും ബസിഡിയോമൈസെറ്റിന്റെയും ഡ്യൂട്ടീരിയോമൈസെറ്റിന്റെയും അസെക്ഷലും സെക്ഷലും ആണ് എഴുതിയത്. അസെക്ഷൽ എന്ന് പറഞ്ഞ ഫൈക്കോമൈസെറ്റ് എൻഡോസ്പോറാണ്. എൻഡോ ആസ്ക് ചെയ്തു. എന്താ ആസ്ക് ചെയ്തേ? എക്സിനെയാണ് ആസ്ക് ചെയ്തത്. അപ്പൊ എൻഡോ എന്ന് പറഞ്ഞാൽ സ്പൊറാഞ്ചിയോസ്പോർ. ഇതിൽ എൻഡോ എന്ന് പറഞ്ഞാൽ ഊസ്പോർ. പിന്നെ എന്താ മക്കൾ? ആസ്കോമൈസെറ്റിൽ എക്സോ എന്ന് പറഞ്ഞാൽ നമുക്ക് എപ്പോഴും അറിയാം കൊനീഡിയോസ്പോർ ആണ്. ഇവിടെ
ആസ്കോമൈസെറ്റിന്റെയും ബസിഡിയോമൈസെറ്റിന്റെയും സെക്ഷൽ റീപ്രൊഡക്ഷൻ ആസ്കോസ്പോറും ബസിഡിയോസ്പോറും സുഖമായിട്ട് കിട്ടും. പിന്നെ നമുക്ക് ബസിഡിയോമൈസെറ്റിന് അസെക്ഷൽ ആബ്സെന്റ് ആണ്. പിന്നെ ഡ്യൂട്ടീരിയോമൈസെറ്റിന് സെക്ഷലും ആബ്സെന്റ് ആണ്. ലാസ്റ്റ് വൺ ഡ്യൂട്ടീരിയോമൈസെറ്റിന്റെ അസെക്ഷൽ കൊനീഡിയോസ്പോർ. അതായത് ഈ എക്സോ വെച്ചിട്ട് എഴുതിയാൽ തന്നെ നമുക്ക് കിട്ടും. എൻഡോ എന്ന് പറഞ്ഞാൽ സ്പൊറാൻജിയോസ്പോർ, എക്സോ എന്ന് പറഞ്ഞാൽ കൊനീഡിയോസ്പോർ. ആ പോയിന്റ് തന്നെ വെച്ച് നമുക്കൊക്കെ കിട്ടും. പിന്നെ നമ്മൾ ഓരോ പോയിന്റുകളായിട്ട് നോക്കി. ഫൈക്കോമൈസിറ്റ് നമ്മൾ ആൽഗൽ ഫംഗി എന്ന് പറയും. അത് എസെപ്റ്റേറ്റ് ഹൈഫി ആണ്. അതായത് ഫൈക്കോമൈസിറ്റിന് മാത്രമേ എസെപ്റ്റേറ്റ് ഉള്ളൂ, ബാക്കി എല്ലാവർക്കും സെപ്റ്റേറ്റ് ആണ്. ഓക്കെ ആണോ? പിന്നെ മക്കളെ നമ്മൾ അതിനെ ആൽഗൽ ഫംഗി എന്ന് വിളിക്കും. അതിന്റെ എക്സാമ്പിൾ ആണ് ആൽബം സോങ്. ഫൈസി എങ്ങനെ ആൽബം സോങ് കണ്ടേ? റൈസ് കഴിച്ചിട്ട് മൂക്ക് കയറി, അതായത് ആൽബുഗോ റൈസോപസ് മ്യൂക്കർ. ഓക്കെ, ദെൻ കോമൺലി പിന്നെ ആസ്കോമൈസിസ് നമ്മൾ സാക്ക് ഫംഗി എന്ന് വിളിക്കും. അത് സെപ്റ്റേറ്റ് ആണ്. അതിന് എക്സാമ്പിൾ ആണ് ആസ്പെർജില്ലസ്. അത് ആസിഫ് ന്യൂ പെൻസിൽ വാങ്ങി. ആസ്പെർജില്ലസ്, ന്യൂറോസ്പോറ, പെൻസിലിയം ആർക്ക് കൊടുത്ത്? ക്ലാവിസെപ്സിന്റെ ഈസ്റ്റ്, ക്ലാരക്കും യൂസഫിനും കൊടുത്ത്. പിന്നെ സാപ്രോഫൈറ്റ് ആണ്. ദെൻ ബസിഡിയോമൈസിസ് ക്ലബ് ഫംഗി എന്ന് പറയും. ക്ലബ് ഷേപ്പ് ആണ്. പിന്നെ അതിന്റെ എക്സാമ്പിൾ ആണ് അസ്കിലാഗോ, ഉസ്താദ്, അഗാരിക്കസ് അകത്ത്, പഫ് ബോൾസ്, അമാനിറ്റ, പക്സീനിയ. പിന്നെ ബ്രാക്കറ്റ് ഫംഗി എന്നും കൂടെ അതിനെ നമ്മൾ വിളിക്കുന്നുണ്ട്. ഡ്യൂട്ടീരിയോമൈസെറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇംപെർഫെക്റ്റ് ഫംഗി, വെരി ഇമ്പോർട്ടൻറ്റ് ഇംപെർഫെക്റ്റ് ഫംഗി. കാരണം സെക്ഷൽ റീപ്രൊഡക്ഷൻ ആബ്സെന്റ് ആണ്. അതിൽ എന്തൊക്കെയാ മക്കളെ? സെക്സ് ഓർഗൻസ് പ്രത്യേകമായിട്ടില്ല. അത് 3 എണ്ണാണ് നമ്മൾ പറഞ്ഞത്. ഏതൊക്കെയാ മക്കളെ? ട്രൈക്കോഡർമ, കോളിയോട്രൈക്കം, ഓൾട്ടർനേറിയ. അതിന് എക്സാമ്പിൾ ആണ് ട്രൈക്കോഡർമ, കോളിയോട്രൈക്കം, ഓൾട്ടർനേറിയ. ഓക്കെ, ഇതോടുകൂടി നമ്മുടെ കിങ്ഡം ഫംഗി കംപ്ലീറ്റ് ആയിരിക്കുന്നു. ഓക്കെ, അപ്പൊ വീട്ടിൽ പോയിട്ട് നല്ല വൃത്തിക്ക് വായിച്ചു നോക്കുക. എന്നിട്ട് വായിച്ചിട്ട് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ചോദിക്കുക. ഓക്കെ, താങ്ക് യു.